സർ അർഹരായിട്ടുള്ള രോഗികൾക്ക് ഇപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഒരു വർഷം 1498 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാത്രം ചെലവഴിക്കുന്നത് സർ. അപ്പോൾ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം സർ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം UDFന്റെ കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ ഈ LDFന്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലും രണ്ടാം സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ 4 വർഷ കാലയളവിലും എത്ര തുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എക്യുപ്മെന്റ്സിന് മാത്രം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ സാർ UDFന്റെ കാലഘട്ടത്തിൽ 2011 മുതൽ 2016 വരെ 15,64,00,000 രൂപയാണ് സാർ ചെലവഴിച്ചിട്ടുള്ളത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 41,94,93,781 രൂപയാണ് സാർ ചെലവഴിച്ചിട്ടുള്ളത്. സാർ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 4 വർഷ കാലയളവിൽ സാർ കിഫ്ബിയുടെ 43 കോടി രൂപ കൂടി, അതിന്റെ എക്യുപ്മെന്റ്സ് കൂടിയുണ്ട് സാർ, സ്പെക് സ്കാനും ഉൾപ്പെടെയുള്ളവ. അങ്ങനെ 80,66,00,000 രൂപയുടെ ഉപകരണങ്ങൾ സാർ അവിടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. സാർ ഞാൻ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ടേബിൾ ചെയ്യുന്നു സാർ. അതിൽ ഈ റിപ്പോർട്ടിൽ സാർ എല്ലാ അംഗങ്ങൾക്കും അത് വായിക്കാവുന്നതാണ്. അതിൽ ഈ സമിതി യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് സാർ. അതിൽ പറയുന്നത് ഈ എക്യുപ്മെന്റ് പ്രൊക്യൂർമെന്റ് പ്ലാൻ ഫണ്ടിലൂടെ എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ 2011 മുതൽ 16 വരെ ഉള്ള പർച്ചേസിംഗ് ഓഫ് സച്ച് എക്യുപ്മെന്റ്സ് അതിന്റെ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് സാർ 26,90,000 രൂപയാണ് സാർ. അതേസമയം 2018 മുതൽ 22 വരെയുള്ള 4 വർഷ കാലയളവിൽ സാർ 1,43,73,73,000 രൂപ സാർ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അതിനുശേഷം സാർ 2022 മുതൽ 24 വരെ അവിടെ ചെലവഴിച്ചത് 1,12,00,000 രൂപ സാർ. അതിനുശേഷമുള്ളത് ഇപ്പോ അവിടെ ഈ വർഷം ഉൾപ്പെടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ട് സാർ. അതുകൂടാതെ HDSൽ നിന്ന് 31,72,822 സാർ. ഇവിടെ കാണേണ്ടത്, ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ മൂത്രാശയ കല്ല് പൊടിക്കുന്നതിനുള്ള ഫ്ലക്സിസ്കോപ്പ് എന്നുള്ള ഉപകരണമാണ് സാർ. അത് സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ലഭ്യമാക്കണം എന്നുള്ളതാണ് സാർ സർക്കാർ നയം. അല്ലാത്ത രോഗികൾക്ക് HDS വഴി അത് ലഭ്യമാക്കും. അപ്പോൾ പുറത്തു വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി സബ്സിഡൈസ്ഡ് റേറ്റ് കോൺട്രാക്ട് അനുസരിച്ച് അത് ലഭ്യമാക്കും. ഈ ഉത്തരത്തിന്റെ ആദ്യ ഭാഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് സാർ. സ്വകാര്യ മേഖലയിലേക്ക് പോകുമ്പോൾ അത് മാർക്കറ്റ് റേറ്റിലാണ് രോഗികൾ വാങ്ങിക്കേണ്ട സാഹചര്യം ഉള്ളത്. അത് ബില്ലിന്റെ കൂടെയാണ് അവർക്ക് ലഭ്യമാകുക. അപ്പോൾ ഇവിടെ സൗജന്യമായ സ്കീമുകളിലൂടെ ലഭ്യമാകുന്നത് ഉറപ്പാക്കുന്നുണ്ട് സാർ. അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ എണ്ണത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു രോഗികളിൽ നിന്ന് ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയയുടെ കാര്യം പറഞ്ഞു സാർ. ഇപ്പോൾ കാർഡിയോളജിസ്റ്റുകളുടെ ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടന്നു, പ്രൈവറ്റും സർക്കാരും സാർ. സംസ്ഥാനത്തെ 3 മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ നടക്കുന്നത് സാർ. കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സാർ. 2021 ഈ സർക്കാരിന്റെ ആദ്യ വർഷം സൗജന്യ ചികിത്സ തേടിയവരുടെ ക്ലെയിം 2.5 ലക്ഷമായിരുന്നു സാർ. 2024 മാത്രം ജനുവരി മുതൽ ഡിസംബർ വരെ നമ്മൾ കണക്കിലെടുത്താൽ 6.5 ലക്ഷം പേർ സൗജന്യ ചികിത്സ സംസ്ഥാനത്ത് തേടിയിട്ടുണ്ട് സാർ. ഇതാണ് വ്യത്യാസം. അത്രയും പേർക്ക് അതോടൊപ്പം സാർ സൗജന്യ ചികിത്സ നൽകുന്നതിന്റെ കണക്കും നമ്മൾ താരതമ്യം ചെയ്താൽ ഈ ഒരു വലിയ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. OPയിൽ എത്തുന്നത് 2015-16 8 കോടി ആയിരുന്നെങ്കിൽ സാർ ഇപ്പോൾ 13 കോടി രജിസ്ട്രേഷൻ ആണ് സാർ ഉണ്ടാകുന്നത്. മൾട്ടിപ്പിൾ എൻട്രി, ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ എൻട്രി. രോഗികളുടെ എണ്ണം കൂടിയിട്ടില്ല, ജനസംഖ്യ കൂടിയിട്ടില്ല, പിന്നെയോ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്നുള്ളത് തന്നെയാണ് സാർ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.